ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുളിസീൻ തന്നെ കേട്ടോ. ഇന്ന് നമ്മുടെ സുട്ടുൻ്റെ കുളിസീനാണ്. ഈ സുട്ടുവിനെ കുളിപ്പിക്കാൻ വേണ്ടി എടുത്തിരിക്കുകയാണ് ഇച്ച. ഇയാൾക്ക് പിന്നെ വെള്ളത്തിൽ അങ്ങനെ കിടക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സാധാരണ പെറ്റ്സിനെ കുളിപ്പിക്കുന്നത് പോലെ. സാധാരണ ക്യാറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. കാരണം ഈ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകുമ്പോൾ അവരിങ്ങനെ പറയാറുണ്ട്, സുട്ടുവിനെയൊക്കെ പോലുള്ള ക്യാറ്റ്സ് ഭയങ്കര റെയറാണ്. സാധാരണ ക്യാറ്റ്സാണ് ഏറ്റവും കൂടുതൽ അഗ്രസീവ് ആവുന്നത് ഈ ഒരു കുളിപ്പിക്കുന്ന സമയത്തും. അതുപോലെ തന്നെ അവരുടെ ഹെയറൊക്കെ കളയുന്ന ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്നതൊക്കെ ക്യാറ്റ്സ് ആണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ സുട്ടുവിൻ്റെ കാര്യത്തിൽ ആശാന് വെയിൽ പറ്റത്തേ ഇല്ല. ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാരുടെ കൂട്ടാണ് സുട്ടുവിൻ്റെ അവസ്ഥ. വെയിൽ കണ്ട അപ്പം തന്നെ ആൾ ചാടി വീടിനുള്ളിൽ കയറും. പക്ഷേ മഴയൊക്കെയാണ്, വെള്ളമൊക്കെ വെളിയിലുണ്ടെങ്കിൽ അങ്ങനെ വെളിയിൽ നിന്ന് കളിക്കുന്നൊരു ടൈപ്പ് ക്യാരക്ടറാണ് എൻ്റെ സുട്ടുമോൻ്റെ. സ്വീറ്റിയുടെ കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളത്തിനോട് താല്പര്യമില്ല. പിന്നെ അവളെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോയ ടൈമിൽ അവളൊന്ന് ആന്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഗ്രൂം ചെയ്ത ആ ഒരു പുള്ളീനെ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പെറ്റ്സൊക്കെ ഇങ്ങനെയാണോ എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇച്ച കുളിപ്പിച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇന്ന് അകത്ത് വെച്ചാണ് കുളിപ്പിക്കുന്നത്. കാരണം വെളിയിൽ കുറേ ഇപ്പോൾ പട്ടിശല്യമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ വെളിയിൽ ഇറക്കിയില്ല. പിന്നെ ആദ്യം ആൾക്കൊന്ന് നമ്മൾ തോർത്തി കൊടുക്കുകയാണ്. പിന്നെ പുള്ളിക്കാരൻ തന്നെ തോർത്തിക്കോളും. പിന്നെ ഇച്ച ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ വെളിയിൽ നിർത്തി ആളെ ഒന്ന് ഉണക്കുന്നത് കേട്ടോ. അപ്പോൾ തോർത്തുമ്പം ഇങ്ങനെ ഇരുന്ന് തരും. പാവം, ഒരു കുഞ്ഞു പാവനെ പോലെ ഇരുന്ന് തരും എൻ്റെ സുട്ടു കേട്ടോ. കണ്ടോ പാവം. എനിക്ക് ചില സമയത്ത് ആളുടെ ഈ നിപ്പും ഇതൊക്കെ കാണുമ്പോൾ ഇവനൊരു കുഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സാവധാനം ആൾ തന്നെ പോയി ഇരുന്ന് ഇങ്ങനെ അവൻ്റെ റൂമിൽ ചെന്നിട്ട് കാണിക്കും കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. ഇവനുള്ളത് കൊണ്ട്, പിന്നെ കുഞ്ഞാവയുണ്ട്, പിന്നെ സ്വീറ്റ് ഉള്ളതുകൊണ്ടൊക്കെ നമുക്ക് സമയം പോകുന്നത്, ഒരു ദിവസം എങ്ങനെയാണ് പോകുന്നതെന്ന് പോലും അറിയത്തില്ല. വെയിലായതുകൊണ്ട് വെളിയിൽ കൊണ്ടുവന്ന് നിർത്തിയേക്കാണ്. എന്നാലും വെയിലത്ത് പോയി നിൽക്കത്തില്ല കേട്ടോ. കുറച്ച് തണലുള്ളിടത്തേ നിൽക്കത്തുള്ളൂ. ആൾക്കധികം ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. എന്നത്തെയും പോലെ ഒരു തട്ടിക്കൂട്ട് വീഡിയോ. ബൈ.